നമസ്കാരം. സിനിമ ആരാധകർ തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ ഓമന പേരുകൾ ചേർത്ത് വിളിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ദളപതി വിജയ്, നടിപ്പിൻ നായകൻ സൂര്യ, തല അജിത്, ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര എന്നിവയാണ് താരങ്ങളുടെ അത്തരം ചില ശീർഷകങ്ങൾ. ഇനി ഇത് തമിഴ് സിനിമകളിൽ മാത്രമല്ല, മലയാളത്തിൽ മെഗാസ്റ്റാർ മമ്മൂക്ക, കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ, ലേഡി സൂപ്പർ സ്റ്റാർ ഊർവശി, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നിങ്ങനെ നീളുന്നു പ്രിയപ്പെട്ട താരങ്ങളുടെ ഓമന പേരുകൾ. കമൽഹാസനെ ആരാധകരും സിനിമാ പ്രേമികളും ഉലക നായകൻ, ആണ്ടവർ എന്നിങ്ങനെയുള്ള പേരുകളിലാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകൾ പോലും ടൈറ്റിൽ കാർഡുകൾ കാണുന്നത് ഉലക നായകൻ കമൽഹാസൻ എന്നാണ്. ആദ്യകാലങ്ങളിൽ കലൈജ്ഞാനി, സർവകലാ വല്ലഭൻ എന്നിങ്ങനെയുള്ള പേരുകളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ 60 വർഷത്തെ സിനിമാ ജീവിതം പിന്നിടുമ്പോൾ കമൽഹാസൻ ഇപ്പോഴിതാ ആ ടൈറ്റിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ തലക്കെട്ടുകളോ പ്രിഫിക്സുകളോ ഉപയോഗിക്കരുതെന്ന് ആരാധകരോടും മാധ്യമങ്ങളോടും ആവശ്യപ്പെട്ട് നടൻ കമൽഹാസൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ കുറിപ്പിൽ കമൽഹാസൻ അല്ലെങ്കിൽ കമൽ, അതുമല്ലെങ്കിൽ KH എന്നൊക്കെ ലളിതമായി അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നു. 2021 നടൻ അജിത് കുമാറും സമാനമായ അഭ്യർത്ഥന നടത്തിയിരുന്നു. തന്റെ ആരാധകരും മാധ്യമങ്ങളും നൽകിയ തല എന്ന ടൈറ്റിലാണ് അജിത് ഇനി മുതൽ വേണ്ട എന്ന് അഭ്യർത്ഥിച്ചത്. കമൽഹാസന്റെ ഇത്തരമൊരു നീക്കം അതിനു പിന്നാലെയാണ്. ഉലക നായകൻ എന്ന പേര് ആദ്യമായി കമൽഹാസന് വേണ്ടി ഉപയോഗിച്ചത് തെന്നാലി എന്ന ചിത്രത്തിലാണ്. കമൽഹാസന്റെ അടുത്ത സുഹൃത്തും അഭിനേതാവുമായ രജനീകാന്തിന് അന്ന് സൂപ്പർ സ്റ്റാർ പദവി ഉണ്ടായിരുന്നു. 2000 പുറത്തിറങ്ങിയ സിനിമയാണ് തെന്നാലി. ജ്യോതിക, ദേവയാനി, ജയറാം എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. KS രവികുമാർ സംവിധാനം ചെയ്ത കോമഡി സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. തെന്നാലിയുടെ ക്രെഡിറ്റിനിടെയാണ് കമൽഹാസനെ ഉലക നായകൻ എന്ന പേരിൽ ആദ്യമായി അവതരിപ്പിച്ചത്. 2020 ഒരു അഭിമുഖത്തിൽ KS രവികുമാർ, തെന്നാലിയുടെ സംവിധായകൻ, കമൽഹാസനും അദ്ദേഹത്തിന്റെ സഹോദരനും അന്ന് തെന്നാലി എന്ന ചിത്രം നിർമ്മിക്കാൻ എങ്ങനെയെല്ലാം സഹായിച്ചുവെന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. ഒരിക്കലും തിരിച്ചു വീട്ടാൻ പറ്റാത്ത ഒരു കടപ്പാട് കമലിനോട് തനിക്കുണ്ടെന്നും KS രവികുമാർ പറയുന്നു. അതുകൊണ്ടാണ് പ്രതിഫലത്തിന് പുറമെ നടന് പ്രത്യേകമായ എന്തെങ്കിലും നൽകണമെന്ന് തോന്നുന്നത്. അത് എക്കാലവും സൂക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും നൽകണം. അങ്ങനെ അദ്ദേഹം തന്റെ വീട്ടിൽ വന്നിറങ്ങി ഉലക നായകൻ എന്ന കമൽഹാസന്റെ ആദ്യ രംഗം ഒരു പ്രൊമോ ഷൂട്ട് ചെയ്തു. ആ ചിത്രത്തിൽ ഉലക നായകൻ എന്ന ടൈറ്റിൽ കാർഡിലാണ് കമൽഹാസൻ എത്തുന്നത്. എന്നാൽ ഉലക നായകൻ എന്ന ടൈറ്റിൽ സംബന്ധിച്ച് കമൽഹാസൻ ആദ്യം ആശങ്കകൾ പ്രകടിപ്പിച്ചുവെന്നും സംവിധായകൻ KS രവികുമാർ പറയുന്നു. കമൽഹാസന്റെ സംവിധാനത്തിലോ നിർമ്മാണത്തിലോ വരുന്ന ഒരു ചിത്രങ്ങളിലും അദ്ദേഹം ഉലക നായകൻ എന്ന ടൈറ്റിൽ ഉപയോഗിച്ചിരുന്നില്ല. പിന്നീട് 2008 റിലീസായി കമൽഹാസൻ എഴുതി KS രവികുമാർ തന്നെ സംവിധാനം ചെയ്ത മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ദശാവതാരം. കമൽഹാസൻ 10 വ്യത്യസ്ത വേഷങ്ങളിൽ അവതരിച്ച ചിത്രത്തിൽ ദേവിശ്രീ പ്രസാദ് സംഗീതം നൽകിയ ഉലക നായകനെ എന്ന് തുടങ്ങുന്ന ഗാനം ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഗാനം അന്നും ഇന്നും കമൽഹാസന്റെ ആരാധകർക്ക് വലിയ ആവേശം പകരുന്ന ഗാനം തന്നെയാണ്. അതേസമയം 2022 ഇറങ്ങിയ ലോകേഷ് കനകരാജ് ചിത്രത്തിൽ ഉലക നായകൻ എന്ന ടൈറ്റിൽ ഉപയോഗിച്ചിരുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം താരത്തിന്റെ തിരിച്ചുവരവ് അറിയിച്ച ചിത്രത്തിൽ അത്തരമൊരു ടൈറ്റിൽ ഉപയോഗിച്ചത് ആരാധകർക്ക് തിയേറ്ററിൽ പൊളിച്ചെടുക്കാൻ അവസരം കൊടുത്ത ഒന്നായിരുന്നു. ഈ ചിത്രത്തിൽ നിർമ്മാതാവ് കമലായിരുന്നിട്ടും ടൈറ്റിൽ കാർഡിന്റെ അവകാശം തന്റെ ആരാധകൻ കൂടിയായ ലോകേഷിന് കമൽഹാസൻ നൽകിയിരുന്നു. ഫാൻസ് ആരാധനയോടെ ആണ്ടവർ എന്ന പേരും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നിട്ടും ആരാധകർ തന്നെ സിനിമയുടെ ദൈവമായി കണ്ടുകൊണ്ട് ആണ്ടവർ എന്ന് വിളിക്കുന്നതും താരം ഏറ്റെടുത്തിരുന്നു. തന്റെ പ്രസ്താവനയിൽ ഉലക നായകൻ ഉൾപ്പെടെയുള്ള വർഷങ്ങളായി ആരാധകരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന വാത്സല്യമുള്ള സ്ഥാനപ്പേരുകൾ കമൽഹാസൻ അംഗീകരിച്ചിരുന്നു. ഉലക നായകൻ ഉൾപ്പെടെയുള്ള പ്രിയങ്കരമായ സ്ഥാനപ്പേരുകൾ നൽകിയതിൽ തനിക്ക് എല്ലായ്പ്പോഴും അഗാധമായ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ സിനിമ എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു സഹകരണ കലാരൂപമാണെന്നും തന്റെ വിശ്വാസത്തെ കമൽഹാസൻ ഊന്നി പറഞ്ഞു. അദ്ദേഹം സിനിമ എന്ന കല ഏതൊരു വ്യക്തിക്കും അതീതമാണ്. താൻ കലയിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. എക്കാലവും പഠിക്കാനും തെറ്റുകൾ തിരുത്താനും കൂടുതലായി വളരാനും ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഒരു കലാകാരനെ അവരുടെ കലയ്ക്ക് മുകളിൽ ഉയർത്താൻ പാടില്ലെന്ന തന്റെ അഭിപ്രായം താരം ആവർത്തിച്ചു. എന്നാൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്ന ചർച്ചയിലാണ് സോഷ്യൽ ലോകം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട്. അടുത്തിടെ സിനിമ വിട്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്തിയ വിജയ്ക്ക് കമൽഹാസൻ പൂർണ്ണമായും പിന്തുണ നൽകിയിരുന്നു. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ സമ്മേളനത്തിനും കമൽഹാസൻ പിന്തുണ അറിയിച്ചു. കൂടാതെ വിജയോട് രാഷ്ട്രീയത്തിൽ ചേരാൻ ആദ്യം ആവശ്യപ്പെട്ടതും താനാണെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 2018 മക്കൾ നീതി മയ്യം എന്ന രാഷ്ട്രീയ പാർട്ടി കമൽഹാസൻ രൂപീകരിച്ചിരുന്നു. 2019 ലോക്സഭാ ഇലക്ഷനിലും 2021 അസംബ്ലി ഇലക്ഷനിലും മത്സരിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഇനി പോകുന്നില്ലേ എന്ന അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ പണം ആവശ്യമെന്നും അതിനാലാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്നും കമൽഹാസൻ മറുപടി നൽകിയിരുന്നു. ഇത്തരമൊരു ചുറ്റുപാടിൽ തന്റെ അലങ്കാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും മക്കൾ നീതി മയ്യം വൈസ് പ്രസിഡന്റായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള താരത്തിന്റെ നീക്കത്തിന്റെ ഭാഗമാണോ ഇങ്ങനെയൊരു പ്രസ്താവനയെന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം.